ഏബിളിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ ഒന്നാമത്തെ കാര്യം കേരള ഫ്ലഡ് സെസ്സുമായി ബന്ധപ്പെട്ടാണ്. കേരള ഫ്ലഡ് സെസ് 2 കൊല്ലം ഉണ്ടായിരുന്നു. നോർമലി 1% ആണ് അതിൻ്റെ സെസ്. ഓഗസ്റ്റ് 2019 മുതൽ 2 കൊല്ലത്തേക്കാണ് ഫ്ലഡ് സെസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഫ്ലഡ് സെസ് കളക്ട് ചെയ്ത് അടച്ചിരുന്നു. B2C സെയിലിനാണ് മെയിനായിട്ട് ടാക്സ് വരുന്നത്. എക്സംപ്റ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസിനില്ല. ടാക്സബിൾ ആയിട്ടുള്ള സർവീസിനൊക്കെ ഉണ്ട്. B2Cക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ പല നോട്ടീസുകളും ഓർഡറുകളും ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 19-20 ഫിനാൻഷ്യൽ ഇയറിൻ്റെയൊക്കെ. കാരണം ഓഗസ്റ്റ് 2019 മുതലാണല്ലോ കേരള ഫ്ലഡ് സെസ് വന്നത്. അപ്പോൾ ഇപ്പോൾ സെൻട്രൽ GST എന്നായാലും സ്റ്റേറ്റ് GST എന്നായാലും നമുക്ക് 19-20ൻ്റെ നോട്ടീസുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലരുടെ ഓർഡറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ കാണുന്നൊരു പ്രത്യേകത, ഈ കേരള ഫ്ലഡ് സെസ്സിന് വേണ്ടിയിട്ടുള്ള നോട്ടീസൊന്നും അവർ ഇഷ്യൂ ചെയ്യുന്നില്ല. അതായത് കേരള ഫ്ലഡ് സെസ് നിയമപ്രകാരം ഉള്ള നോട്ടീസും അതുപ്രകാരമുള്ള ഓർഡറുമാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിന് പ്രത്യേക ഫോമുകളുണ്ട്, പ്രത്യേക അപ്പീൽ ഫയലിംഗ് സിസ്റ്റങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ കാണുന്നത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഓൾറെഡി GSTയിൽ ഇഷ്യൂ ചെയ്യുന്ന ആ നോട്ടീസിൻ്റെ കൂടെ ഇതും കൂടി എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർഡർ ആണെങ്കിൽ സെൻട്രൽ GSTയിൽ പലതും കാണുന്നത് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് കേരള ഫ്ലഡ് സെസ്സിൻ്റെ സെസ്സിനെ കോമ്പൻസേഷൻ സെസ്സിലൊക്കെ ഇട്ടിട്ടാണ് DRC 07 ഓർഡർ, സമ്മറി ഓഫ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. അത് വലിയ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ കേരള ഫ്ലഡ് സെസ്സിൻ്റെ സൈറ്റിൽ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. അവിടെയുള്ളത് റിട്ടേൺ ഫയൽ ചെയ്യാനോ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉള്ളൂ. അല്ലാതെ നോട്ടീസ് ഇഷ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഓർഡർ പാസ്സാക്കാനോ അതുപോലെ അപ്പീൽ ഫയൽ ചെയ്യാനോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും അവിടെ പോർട്ടലിൽ കാണുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായത് കാര്യമായിട്ട് ഇതും ഒരു പ്രോഗ്രസ് ഇപ്പം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഓർഡറുകൾ വന്നാൽ മാനുവലി ഓർഡറുകൾ തന്നാൽ മാനുവലി അപ്പീൽ ഫയൽ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ CGSTക്കാരൊക്കെ അത് കോമ്പൻസേഷൻ സെസ്സിലേക്കാണ് വിടുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ തെറ്റുകളാണ്. ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടതായിട്ടുള്ള മുൻകരുതലുകൾ കേരള ഫ്ലഡ് സെസ് ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഡിസ്പ്യൂട്ടഡ് ആവും, പൈസ കിട്ടില്ല. അപ്പോൾ കേരള ഫ്ലഡ് സെസ് നമ്മൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ട സ്റ്റെപ്പ് എടുത്ത പോലെ തന്നെ അതിൻ്റെ അപ്പീലുകളും അസസ്മെൻറ്റും എല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങളും കൊണ്ടുവരേണ്ടതാണ്. ഇപ്പം നിലവിൽ അതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത്, ടേക്ക് urgent steps for filing appeals മാത്രമല്ല, urgent steps for issuing, അല്ലേ, for issuing of notices and orders and also filing appeals. അപ്പോൾ ഇതിനുള്ള സ്റ്റെപ്പുകളൊക്കെ എടുക്കണം. കാരണം നമ്മൾ ടാക്സ് റവന്യൂ കിട്ടാവുന്ന അവസരങ്ങൾ നമ്മളായിട്ട് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ട മുൻകരുതലുകൾ ആരാണോ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അവരത് എടുക്കേണ്ടതാണ്. For issuing, okay, so Kerala Flood Assessor take urgent steps for issuing notice and orders and also filing appeals. Okay, അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനുകളിൽ വരുന്നുണ്ട് അതൊക്കെ ഇഷ്യൂ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. അടുത്തത് കേരള ടാക്സ് കളക്ഷൻ, അതിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്യാറുണ്ട്, നമ്മുടെ എസ്റ്റിമേഷൻ, അല്ലേ. പക്ഷേ പലപ്പോഴും ഇപ്പോൾ കണ്ടിട്ടുള്ളത് നമ്മുടെ എസ്റ്റിമേറ്റ് ഒരിക്കലും ശരിയാവാറില്ല. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്താലും അതിനടുത്തേക്കൊന്നും നമ്മൾ എത്തില്ല. നമ്മൾ ഒരുപാട് എസ്റ്റിമേറ്റ് ചെയ്യും. ഈ വർഷം നമുക്ക് കളക്ഷൻ കൂടും, സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടും, KGST റവന്യൂ കൂടും, GST റവന്യൂ കൂടുന്നു വെറുതെ എസ്റ്റിമേറ്റ് ചെയ്യാമെന്നല്ലാതെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ അവർ ബജറ്റ് ഇടുന്ന സമയത്ത് തന്നെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് അവരുടെ കളക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴും അതിനേക്കാളും കൂടുതലാണ് കളക്ഷൻ വരുന്നത്. അപ്പോൾ ഒരു ഫെയർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇനി തയ്യാറാവണം. അല്ലാതെ ബജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് പിന്നെ ലക്ഷ്യത്തിലെത്താതെ താളം തെറ്റുന്നതിനേക്കാൾ നല്ലത് ഒരു റീസണബിൾ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. കാരണം നമ്മളെപ്പോഴും ലക്ഷ്യത്തിയില്ല എന്നുള്ള ഒരു റിസൾട്ടാണ് കാണുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കളക്ഷൻ ഫിഗേഴ്സ്, ഇൻകം ടാക്സ് ആയാലും GST ആയാലും ഒക്കെ എബോവ് എസ്റ്റിമേറ്റാണ്. ലക്ഷ്യമിടുന്നത് 100 ആണെങ്കിൽ അവർ 105 108 പോയി എത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും എസ്റ്റിമേറ്റിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് വേണ്ടത് അങ്ങനെയാണ്. നല്ല എസ്റ്റിമേറ്റ് ചെയ്യണം, റീസണബിളായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണം, അതിനുശേഷം നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റുകയും വേണം. സ്ഥിരമായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ലക്ഷ്യം നേടാതെ പോവുകയാണെങ്കിൽ പിന്നെ അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യണതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. ഇത് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞതല്ല, പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഫെയർ എസ്റ്റിമേഷൻ ഈസ് റിക്വയർഡ്. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, കേരള സ്റ്റേറ്റ് കമ്മീഷണർ ഓഫ് GST issued order for review and revision. നമുക്കറിയാം GSTയിൽ ഒരു ഓർഡർ ഓഫീസർ ടാക്സ് പെയർക്ക് ഇഷ്യൂ ചെയ്താൽ ടാക്സ് പെയർക്ക് അപ്പീൽ ഫയൽ ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ടാക്സ് പെയർക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. പക്ഷേ GST നിയമത്തിൽ ഒരു സ്റ്റെപ്പും കൂടി കടന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് വേണമെങ്കിൽ ഈ ഓഫീസറുടെ ഓർഡറിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യാൻ സാധിക്കും. അതിന് റിവ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഫീസർ ടാക്സ് പെയർക്ക് എതിരെ ഓർഡർ ഇട്ടാൽ ടാക്സ് പെയർ അതിനെതിരെ ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റിയുടെ അപ്പീൽ ഫയൽ ചെയ്യുന്ന പോലെ തന്നെ ഓഫീസർ ഇട്ട ഓർഡർ ടാക്സ് പെയർക്ക് അനുകൂലമാണെങ്കിൽ ടാക്സ് പെയർ ഒരിക്കലും അപ്പീൽ ഫയൽ ചെയ്യില്ല. അപ്പോൾ ടാക്സ് പെയർക്ക് അനുകൂലമായിട്ടൊരു ഓർഡർ കൊടുക്കുന്ന സിറ്റുവേഷനിൽ ഓഫീസർ ടാക്സ് പെയർക്ക് അനുകൂലമായിട്ടൊരു ഓർഡർ കൊടുക്കുന്ന സിറ്റുവേഷനിൽ വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ആ അസസ്മെൻ്റ് ഓർഡറിനെതിരെ ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റിയുടെ മുന്നിൽ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഒരു റിവ്യൂ സെല്ല് ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രത്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ ടാക്സ് പെയർക്ക് അനുകൂലമായിട്ട് ഓഫീസർ ഇഷ്യൂ ചെയ്ത ഓർഡറുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ റിവ്യൂ ചെയ്ത് ഫസ്റ്റ് അപ്പീലേറ്റ് അതോറിറ്റിയുടെ മുന്നിൽ അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രൊവിഷനാണ് റിവിഷൻ. അതായത് ഓഫീസർ ഇട്ടിരിക്കുന്ന ഓർഡർ ഡിപ്പാർട്ട്മെൻറ്റിന് നഷ്ടം വരുത്തുന്ന തരത്തിലുള്ള ഓർഡറുകൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഓർഡറുകളെ റിവിഷൻ ചെയ്യാനുള്ള പവർ ഹയർ അതോറിറ്റീസിനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രൊസീജിയറും GSTയിലുണ്ട്. അപ്പം അതിനൊക്കെ റിവ്യൂ സെല്ല് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇരുന്ന് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അത് കൂടാതെ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്. റെക്ടിഫിക്കേഷൻ, ഒരു ഓർഡറിൽ ഒരു മിസ്റ്റേക്ക് അപ്പാരൻ്റ് ഓൺ ദ ഫേസ് ഓഫ് ദ റെക്കോർഡ്, അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ 3 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു: റിവ്യൂ, റിവിഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ എന്നുള്ള 3 പ്രൊസീജിയറുകൾ. അപ്പോൾ അതിനുള്ള ഓർഡറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കൂടി GSTയിൽ നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഓഫീസർ ഇട്ട ഓർഡറിനെതിരെ പോലും ഡിപ്പാർട്ട്മെൻറ്റ് അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റുന്നത് ഒരു പുതിയ പ്രൊസീജിയറാണ്. അപ്പോൾ അതെല്ലാവരുടെ ശ്രദ്ധയിലും അതുണ്ടാവണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് GSTയിൽ സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്. അപ്പോൾ അവരുടെ അവിടെയും സെൻട്രൽ GSTയിൽ ഇതൊക്കെയുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇതുള്ളത് കൊണ്ട് അതിൻ്റെ പ്രൊസീജിയർ സ്വല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിവ്യൂ, റിവിഷൻ, അതുപോലെ തന്നെ റെക്ടിഫിക്കേഷൻ 3 പ്രൊസീജിയർ ഉണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ കമ്മീഷണറുടെ ഓർഡറിൻ്റെ ഡേറ്റ് 8 May 2024 എന്നാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ഒരു
വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. റിവ്യൂ, റിവിഷൻ ആൻഡ് റെക്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അത് പിന്നീട് ഒരിക്കലാവാം. അടുത്തൊരു കാര്യമുള്ളത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ ഓഫ് GST രജിസ്ട്രേഷൻ റിട്രോസ്പെക്റ്റീവ്ലി എന്നുള്ള ടോപ്പിക്കാണ്. നോർമലി നമ്മൾ കാണുന്നത് എന്താണ്? ടാക്സ് പെയർ ശരിയായിട്ടുള്ള രീതിയിൽ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്തില്ല, 6 മാസത്തിനേക്കാൾ കൂടുതലൊക്കെ വീഴ്ച വന്നു, അല്ലെങ്കിൽ പല കാരണങ്ങളാൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യാൻസൽ ചെയ്യാം. അതിനൊപ്പം തന്നെ ഓഫീസർക്ക് മറ്റൊരു പവറുണ്ട്, റിട്രോസ്പെക്റ്റീവ്ലി ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ റിട്രോസ്പെക്റ്റീവ്ലി, മുൻകാല പ്രാബല്യത. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത എന്തായിരിക്കും? ഒരാൾ രജിസ്ട്രേഷൻ എടുത്ത് 10 മാസം റിട്ടേൺ ഫയൽ ചെയ്തു, അതിനുശേഷം 6 മാസം ആൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ ഈ ക്യാൻസലേഷൻ ചെയ്യുന്നത് 1ാമത്തെ മാസം മുതൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതായത് മുൻകാല പ്രാബല്യത്താൽ ക്യാൻസൽ ചെയ്താൽ എന്ത് സംഭവിക്കും? രജിസ്ട്രേഷൻ ക്യാൻസൽഡ് ആവും, പക്ഷേ 10 മാസം അയാൾ കറക്റ്റായിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത പീരീഡിലെ പോലും റിട്ടേണിനെ അത് ബാധിക്കും. എങ്ങനെ ബാധിക്കും? ആ സമയം ആദ്യത്തെ 10 മാസത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതൊക്കെ അവിടെ അവർക്ക് ബുദ്ധിമുട്ടാവും, അവരുടെ ഇൻപുട്ടിനെ അത് ബാധിക്കും, ITCനെ ബാധിക്കും. കാരണം നമ്മൾ സപ്ലയറാണ്, നമ്മുടെ രജിസ്ട്രേഷൻ മുൻകാല പ്രാബല്യത്താൽ ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ ദാറ്റ് ക്രിയേറ്റ്സ് അൺസർട്ടനിറ്റി, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഉണ്ടായ ഒരുപാട് കോടതി വിധികളിലെ ഒരു ഇതിൻ്റെ നട്ട്ഷെൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേരുടെ രജിസ്ട്രേഷൻ മുൻകാല പ്രാബല്യത്താൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴുള്ള പ്രോബ്ലം, ഈ മുൻകാല പ്രാബല്യത്താൽ ക്യാൻസൽ ചെയ്തത് വഴി റെസിപ്പിയൻസിന് ക്രെഡിറ്റ് കിട്ടുന്നതിന് തടസ്സം വന്നു തുടങ്ങി. അപ്പോൾ GST നിയമം മുൻകാല പ്രാബല്യത്താൽ ക്യാൻസലേഷൻ അനുവദിക്കുന്നുണ്ടെങ്കിലും അത് എല്ലാ കേസിലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ റെസിപ്പിയൻസിന് ക്രെഡിറ്റ് പാസ് ഓൺ ചെയ്തു പോയത് തടയണം എന്നുള്ള ലക്ഷ്യമൊക്കെ ഉണ്ടെങ്കിലാണ് അങ്ങനെയുള്ള റിട്രോസ്പെക്റ്റീവ് ക്യാൻസലേഷൻ സപ്ലയർക്കെതിരെ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ചുമ്മാ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തായാലും ക്യാൻസൽ ചെയ്യല്ല, അത് മുൻകാല പ്രാബല്യത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അടുത്തൊരു കാര്യം, റിട്രോസ്പെക്റ്റീവ്ലി ക്യാൻസലേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓഫീസർ നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ, ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ പറയണം, നിങ്ങളുടെ രജിസ്ട്രേഷൻ മുൻകാല പ്രാബല്യത്താൽ ക്യാൻസൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിന് നിങ്ങൾക്ക് വല്ല കാരണമുണ്ടോ? കാരണം കാണിക്കാൻ പറഞ്ഞിട്ട് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വേണം ചെയ്യാൻ, റിട്രോസ്പെക്റ്റീവ്ലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അല്ലാതെ റിട്രോസ്പെക്റ്റീവ്ലി ഉദ്ദേശിക്കുന്നില്ല ഒന്നുണ്ടോ എന്ന് നോട്ടീസിൽ പറയാതെ അതേസമയം ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് മുൻകാല പ്രാബല്യത്തെ ചെയ്താൽ അത് വയലേഷൻ ആയിരിക്കും. വയലേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. അങ്ങനെ ഉണ്ടാവുന്നത് ശരിയല്ല, ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഓപ്പർച്യൂണിറ്റി ഫോർ പേഴ്സണൽ ഹിയറിംഗ്. ഓപ്പർച്യൂണിറ്റി ഫോർ പേഴ്സണൽ ഹിയറിംഗ് എന്നുള്ളതാണ്. ഇപ്പോൾ ടാക്സ് പെയർക്ക് എതിരെ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്താൽ അതിന് റിപ്ലൈ കൊടുക്കണം. ടാക്സ് പെയർ റിപ്ലൈ ഫയൽ ചെയ്യും. അതിനുശേഷം ഓഫീസർ ഒരു പേഴ്സണൽ ഹിയറിംഗ് ഓപ്പർച്യൂണിറ്റി തരും. അത് അറ്റൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷമാണ് ഓർഡർ ഇടുന്നത്. അപ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം 2ാമത്തെ സ്റ്റെപ്പ് റിപ്ലൈ ഫയൽ ചെയ്യുക, 3ാമത്തെ സ്റ്റെപ്പ് പേഴ്സണൽ ഹിയറിംഗ്, 4ാമത്തെ സ്റ്റെപ്പ് ഓർഡർ പാസ്സാക്കുക. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ പല കേസുകളിലും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോട്ടീസിന് മറുപടി കൊടുക്കേണ്ടത് 15-ാം തീയതി ആണെങ്കിൽ പേഴ്സണൽ ഹിയറിംഗ് വെച്ചേക്കുന്നത് 10-ാം തീയതിയാണ്. അപ്പോൾ പേഴ്സണൽ ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ് റിപ്ലൈ ഫയൽ ചെയ്യുക. അങ്ങനെ ഒരുപാട്, പ്രത്യേകിച്ച് SGST ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇത് കാണുന്നത്. സെൻട്രൽ GST നിങ്ങൾ കാണാറില്ല. പേഴ്സണൽ ഹിയറിംഗ് ആണ് ആദ്യം. അത് തെറ്റാണ്. അത് ഒരു പിന്നീട് ഡിമാൻഡ് തള്ളിപ്പോകാൻ ഇടയാക്കും. ഒരിക്കലും പേഴ്സണൽ ഹിയറിംഗ് റിപ്ലൈ ഫയൽ ചെയ്യുന്നതിന് മുമ്പാവരുത്, റിപ്ലൈ ഫയൽ ചെയ്തതിന് ശേഷമായിരിക്കണം പേഴ്സണൽ ഹിയറിംഗ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല കേസുകളും കണ്ടിട്ടുള്ളത് പേഴ്സണൽ ഹിയറിംഗ് ആദ്യമാണ്. പേഴ്സണൽ ഹിയറിംഗ് ഒരിക്കലും ആദ്യമാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യം, ടാക്സ് പെയർ പേഴ്സണൽ ഹിയറിംഗിൻ്റെ ഓപ്പർച്യൂണിറ്റി ചോദിച്ചാൽ നിർബന്ധമായിട്ടും പേഴ്സണൽ ഹിയറിംഗ് ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കണം. ഇനി ടാക്സ് പെയർ ചോദിച്ചില്ലെങ്കിൽ പോലും പേഴ്സണൽ ഹിയറിംഗ് കമ്പൽസറിയാണ്.
കാരണം എന്ന് വെച്ചാൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ടാക്സ് പെയർ ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് ചോദിച്ചാൽ അയാൾക്ക് കൊടുക്കണമെന്നും, രണ്ടാമത്തെ കാര്യം ഒരു ടാക്സ് പെയർക്കെതിരെ ഒരു ആഡ്വേഴ്സ് ഓർഡർ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു ടാക്സ് പെയർ പറയാണ്, റിപ്ലൈ ഫയൽ ചെയ്യുമ്പോൾ പറയാണ് എനിക്ക് പേഴ്സണൽ ഹിയറിംഗ് വേണം എന്ന് പറയുമ്പോൾ ഓഫീസർ നോക്കുകയാണ്, നിനക്ക് 10 ദിവസം മുമ്പ് നിനക്ക് ഓപ്പർച്യൂണിറ്റി ഞാൻ തന്നിരുന്നു, അതുകൊണ്ട് ഇനി ഓപ്പർച്യൂണിറ്റിയുടെ ആവശ്യമില്ല, ഓർഡർ പാസ്സാക്കാൻ പാടുമോ? ഒരിക്കലുമില്ല. കാരണം നോട്ടീസിൽ അയാൾ ഓപ്പർച്യൂണിറ്റി, റിപ്ലൈ ടു നോട്ടീസിൽ അയാൾ ഹിയറിംഗ് ഓപ്പർച്യൂണിറ്റി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം ആസ് പെർ ലോ, അല്ലെങ്കിൽ അത് വയലേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് നേച്ചുറൽ ജസ്റ്റിസ് ആയിരിക്കും. ഇനി അടുത്തൊരു സിറ്റുവേഷൻ, ഈ ടാക്സ് പെയർ പറയാണ്, ടാക്സ് പെയർക്ക് നോട്ടീസ് കിട്ടി, അയാൾ നോട്ടീസിന് മറുപടി കൊടുത്തു. എന്നിട്ട് ആ മറുപടി കൊടുത്തതിൽ പറഞ്ഞിരിക്കുകയാണ് ഈ നികുതി ബാധ്യത എനിക്ക് വരുന്നതല്ല. അതിനുശേഷം അടിയിൽ എഴുതിയേക്കാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് വേണ്ട എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഓപ്പർച്യൂണിറ്റി ഹിയറിംഗ് കൊടുത്തിരിക്കണോ? നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. കാരണം ടാക്സ് പെയർ ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ടാക്സ് പെയർക്കെതിരെ ഒരു ഓർഡർ ഇടണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് ഈസ് കമ്പൽസറി. അപ്പോൾ ടാക്സ് പെയർ വേണ്ട എന്ന് പറഞ്ഞാലും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം, കൊടുത്തതിൻ്റെ പ്രൂഫ് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്? കാരണം ടാക്സ് പെയർ എന്താ പറഞ്ഞത്? നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, അതിനുശേഷം അയാൾ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഓഫീസർ അഡ്ജുഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അയാൾ നോക്കുമ്പോൾ എന്ത് മനസ്സിലായി? ഈ ടാക്സ് പെയർ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ടാക്സ് പെയർക്ക് എതിരായിട്ടാണ് ഞാൻ ഓർഡർ ഇടാൻ പോണത്. അങ്ങനെ വരുമ്പോൾ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ടാക്സ് പെയർക്കെതിരെ ഓർഡർ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഓപ്പർച്യൂണിറ്റി ഹിയറിംഗ് കമ്പൽസറിയാണ്. ഈ വക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നിലവിൽ അത് വയലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പം ഈ അടുത്ത് ഒരുപാട് കോടതി വിധികൾ വരുന്നതിലൊക്കെ ഇത് ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അഡ്ജുഡിക്കേഷൻ ചെയ്യുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഇത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയും മതിയാവും. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.